അവരെയൊക്കെ സ്ഥലം മാറ്റുക, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുക എന്ത് മോശമാണ് ശ്രീ മേയർ ചെയ്യുന്നത്. അവരെന്ത് തെറ്റ് ചെയ്തു? ഈ വന്ന വേസ്റ്റുകൾ കുന്നുകൂടി. ഈ കുന്നുകൂടിയ വേസ്റ്റ് എടുക്കാനുള്ള പദ്ധതി നിങ്ങൾക്ക് എന്തായിരുന്നു? KSRTCയുടെ കീഴിലുള്ളൊരു പ്രോപ്പർട്ടിക്കകത്ത് ടൺ കണക്കിന് മാലിന്യം കൊണ്ട് മലയാക്കിയിട്ടിരിക്കുകയാണ്. വീഴ്ചകളുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ ഏറ്റുപറയുകയാണ് മേയർ ചെയ്യേണ്ടത്. അതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതാവ് ചെയ്യേണ്ടത്. ഇവിടെ മേയർ വ്യക്തമാക്കേണ്ട കാര്യം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. മണ്ണിൽ അലിഞ്ഞു ചേരാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കിടക്കുന്ന ആ കൂന മണ്ണിട്ട് മൂടുകയാണ്. ദൗർഭാഗ്യവശാൽ ഈ മുന്നൊരുക്കങ്ങൾ ഒന്നുമേ നടത്തിയില്ല നഗരസഭ. അതാണ് പ്രശ്നം. 5 ദിവസമായി പൊങ്കാല കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ ആദ്യമായി ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നഗരസഭ നടത്തേണ്ട എല്ലാ ക്രമീകരണങ്ങളും താറുമാറായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ആറ്റുകാൽ പൊങ്കാലയിൽ ആ ഭക്തരോട് നഗരസഭ അങ്ങേയറ്റത്തെ അനാദരവ് കാണിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലക്ഷക്കണക്കിന് പേർ വന്നു പോകുമ്പോൾ ആറ്റുകാൽ പൊങ്കാല വളരെ അത്ഭുതമാണ്. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയിൽ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ തിരുവനന്തപുരം നഗരമൊരുക്കുന്ന ആതിഥേയത്വവും ഒരു അത്ഭുതമാണ്. അതുപോലെ മറ്റൊരു അത്ഭുതമായിരുന്നു, അഭിമാനമായിരുന്നു, മണിക്കൂറുകൾ കൊണ്ട് നഗരത്തെ ക്ലീനാക്കി മാറ്റുന്ന മാജിക്ക്. ഇത് നമ്മളെ കണ്ടിജൻറ്റ് സ്റ്റാഫ്സ്, നമ്മുടെ മറ്റ് ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന നമ്മുടെ ഒരു വലിയ മാസീവായൊരു വർക്കായിരുന്നു. അത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു ആ മാജിക്ക് സാധ്യമായിക്കൊണ്ടിരുന്നത്? CGN ബാബുവിൻ്റെ കാലം മുതലാണ് അത് ആരംഭിക്കുന്നത്. അന്ന് മനോരമ അത് എഡിറ്റോറിയലൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടർന്ന് വന്നിരുന്ന ഒരു വലിയൊരു ഇടപെടലായിരുന്നു. അത് നടത്താൻ വേണ്ടി മാസങ്ങൾ നീണ്ട ഗൃഹപാഠം മേയർമാർ നടത്തുമായിരുന്നു. ഭരണസമിതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നഗരസഭ എടുക്കുന്നൊരു വലിയ എഫർട്ടുണ്ട്. എത്ര ആളുകൾ, എത്ര മാൻ പവർ, എവിടെയെല്ലാം വിനിയോഗിക്കുന്നു, എപ്പോഴെല്ലാമാണ് അത് ശേഖരിക്കുന്നത്, ഇനി ശേഖരിക്കുന്ന വേസ്റ്റുകളെ എങ്ങനെയാണ് ശാസ്ത്രീയമായി സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, ഈ സെഗ്രിഗേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എവിടെ കൊണ്ടാണ് ശാസ്ത്രീയമായി ഇത് ഇല്ലാതാക്കുന്നത്, മാനേജ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു വലിയ ഗൃഹപാഠം നടത്തി നല്ല ഭരണപാഠവത്തോടു കൂടി ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ മുന്നൊരുക്കങ്ങൾ ഒന്നുമേ നടത്തിയില്ല നഗരസഭ. അതാണ് പ്രശ്നം. മുൻപ് നടന്നിരുന്നത് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടായിരുന്നു. ഈ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൻ്റെ അപകടമാണ്. ആലസ്യത്തിലായിരുന്നു അധികാരത്തിൻ്റെ. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ മേയർ വ്യക്തമാക്കേണ്ട കാര്യം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. നിങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു? ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ്? ശ്രീ VK പ്രസാദിൻ്റെ സമയം മുതൽ ഇങ്ങോട്ട് സീറോ പ്ലാസ്റ്റിക് യൂസേജിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗ്രീൻ സിറ്റിയായി ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. അത് പൂർണ്ണമായി തകർത്തു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങളോട് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുശാസിക്കുന്ന നിരന്തരമായ ക്യാമ്പയിൻ നഗരസഭ നടത്തുമായിരുന്നു. അന്നദാനം നടത്തുന്നവർ നേരത്തെ കൂടി രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുന്ന അന്നദാന ദാതാക്കൾക്ക്, സംഘടനകൾക്ക് ഒക്കെ തന്നെ വലിയ ഓറിയൻറ്റേഷൻ കൊടുക്കുമായിരുന്നു. നിങ്ങൾ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത്, ഏത് കപ്പാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വരുന്ന ഭക്തജനങ്ങളുടെ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ പറ്റും, മറ്റു ഹാനികരമല്ലാത്ത കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഒപ്പം തന്നെ പ്രകൃതിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന സാധനം, ഹരിത പ്രോട്ടോക്കോൾ നമ്മൾ പറയാമല്ലോ. ഇത്തവണ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല. അവിടെയും തയ്യാറെടുപ്പ് പാളി. അപ്പോൾ അതിൻ്റെ അർത്ഥം ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങോട്ട് സ്വാഭാവികമായി വരാം. അത് കൊണ്ടുവരുന്നവരെയും ഇത് കൊടുക്കുന്നവരെയും അല്ല കുറ്റപ്പെടുത്തേണ്ടത്. നമ്മുടെ ഏജൻസിയായ നഗരസഭയുടെ ആ ഇടപെടൽ കുറവുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? ഇനി ഈ വന്ന വേസ്റ്റുകൾ കുന്നുകൂടി. ഈ കുന്നുകൂടിയ വേസ്റ്റ് എടുക്കാനുള്ള പദ്ധതി നിങ്ങൾക്ക് എന്തായിരുന്നു? നിങ്ങളത് എവിടെ നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്? ഒരു പദ്ധതി വേണമല്ലോ ഈ ടൺ കണക്കിന് വേസ്റ്റ് വരുമ്പോൾ. എത്ര ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ച് എവിടെയെല്ലാം വിന്യസിച്ച് എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് എന്തായിരുന്നു നിങ്ങളുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട രൂപരേഖ എന്ന് നിങ്ങൾ പറയണ്ടേ? അങ്ങനെ ഒരു രൂപരേഖയും ഇല്ലാതിരുന്നു. അതിൻ്റെ ഫലം എന്താ? മുഖം രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ ഈ കിട്ടിയ വേസ്റ്റ് എല്ലാം കൂടി എടുത്ത് രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ പറമ്പുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ഈഞ്ചക്കലിൽ ജനവാസ കേന്ദ്രത്തിൽ KSRTCയുടെ കീഴിലുള്ളൊരു പ്രോപ്പർട്ടിക്കകത്ത് ടൺ കണക്കിന് മാലിന്യം കൊണ്ട് മലയാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ചെന്ന് നോക്കണം, ഒന്നും തരംതിരിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ഭക്ഷണ വേസ്റ്റ്, ഈ പറഞ്ഞതുപോലെ ചൂട്ട്, കൊതുമ്പ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും, പാത്രം, ഇതെല്ലാം കിടക്കുകയാണ് ഒരുമിച്ച്. അത് അശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനമല്ലേ? അങ്ങനെയാണോ നടത്തേണ്ടത്? എന്നിട്ട് അങ്ങേയറ്റം അശാസ്ത്രീയമായി പരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന വിധം മണ്ണിൽ അലിഞ്ഞു ചേരാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കിടക്കുന്ന ആ കൂന മണ്ണിട്ട് മൂടുകയാണ്.
അപ്പോൾ നിങ്ങൾ മണ്ണിട്ട് മൂടി, അവിടെ കുറേ ഭാഗം മണ്ണിട്ട് മൂടി. ഇന്നലെ വീണ്ടും മണ്ണിട്ട് മൂടാൻ വേണ്ടി ചെന്നിടത്ത് നാട്ടുകാർ ഇറങ്ങി തടഞ്ഞു. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നോട് സംസാരിച്ചു ഞങ്ങളവിടെ പോയപ്പോൾ. അവരാശങ്കയിലാണ്. അവിടുത്തെ ഇപ്പോൾ സ്മെല്ല് വരാൻ തുടങ്ങി. അവിടെ ഈ അശാസ്ത്രീയമായ മാലിന്യ നീക്കത്തിലൂടെ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, വരും ദിവസങ്ങൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം, ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുക? തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിനകത്ത്, യൂണിവേഴ്സിറ്റി കോളേജിനകത്ത്, തിരുവനന്തപുരത്തെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇപ്പോഴും വലിയ തോതിൽ വേസ്റ്റ് കുന്നുകൂടി കിടക്കുകയാണ്. വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക് ബുദ്ധിമുട്ട് വരെയാണ്. മുഖം രക്ഷിക്കാൻ വേണ്ടി ഇന്നലെയും മെനിയാന്നുമായി കുറേ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോകുന്ന വേസ്റ്റുകൾ അശാസ്ത്രീയമായി ഇവർ പലയിടങ്ങളിലും കൊണ്ടിടുകയാണ്. വേറൊരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ പൊങ്കാലയുടെ വേസ്റ്റ് അല്ല, അല്ലാത്ത വേസ്റ്റുകളാണ് ഇതുപോലെ ഇങ്ങനെ പ്രചരിക്കുന്നതെന്നൊരു വാർത്ത പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളം പറയരുത്. അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനത്തിന് ഭൂഷണമല്ല. വീഴ്ചകളുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ ഏറ്റുപറയുകയാണ് മേയർ ചെയ്യേണ്ടത്. അതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതാവ് ചെയ്യേണ്ടത്. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി നോക്ക്, കാണാമല്ലോ നമുക്ക്. ഞങ്ങളിതിലെ മാധ്യമങ്ങളെയും കൂട്ടിയാണല്ലോ പോയത്. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഈ പറയുന്ന വേസ്റ്റ് കൊണ്ടിരിക്കുന്ന ഈഞ്ചക്കലിലെ KSRTCയുടെ പ്രോപ്പർട്ടിയിൽ പൂർണ്ണമായും ഈ പറയുന്ന വേസ്റ്റാണ്. ഇത് എന്തിനാണ് കള്ളം പറയുന്നത്? ദുരഭിമാനം വെടിഞ്ഞ് ഇവിടെ വന്നുപോയ ഭക്തജനലക്ഷങ്ങളോടും തിരുവനന്തപുരം നഗരവാസികളോടും നിരുപാധികം മേയർ മാപ്പ് പറയണം. എന്തിനാണ് മാന്യത ഇതിനകത്തൊരു ദുരഭിമാനം? 2, അദ്ദേഹം അടിയന്തരമായി ഈ അശാസ്ത്രീയമായ ഈ മാലിന്യ നിർമ്മാർജ്ജനം അവസാനിപ്പിക്കണം. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ കൊണ്ട് ഇതെല്ലാം കൂടെ ഇടരുത്. ഇത് പ്രകൃതിക്ക് പ്രശ്നമാണ്, പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളത്തിൽ ഒക്കെ ഇത് പോയിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. സ്മെല്ല് വരാൻ തുടങ്ങി പലയിടങ്ങളിൽ നിന്നും. അപ്പോൾ ഇത് നിങ്ങൾ വേറൊരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത്. നിങ്ങളുടെ മുഖരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നെട്ടോട്ടം ചെന്നെത്തുക ഇവിടുത്തെ നഗരത്തിലെ നിവാസികളെ കൂടുതൽ ദുരിതത്തിലേക്കാണ്. അതിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും പുറകോട്ട് പോകണം. മറ്റൊരു കാര്യം, നമ്മുടെ പാവപ്പെട്ട ജീവനക്കാർ, കണ്ടിജന്റ് ജീവനക്കാർ, അവരെയൊക്കെ സ്ഥലം മാറ്റുക, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുക, എന്ത് മോശമാണ് ശ്രീ മേയർ ചെയ്യുന്നത്. അവരെന്ത് തെറ്റ് ചെയ്തു? ആ പാവങ്ങളുടെ മേൽ നിങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ ദുർബലരുടെ മേൽ നിങ്ങൾ അധികാരം പ്രയോഗിക്കരുത്. നിങ്ങളുടെ വീഴ്ച നിങ്ങളാണ് തിരുത്തപ്പെടേണ്ടത്. നടപടിയെടുക്കപ്പെടേണ്ടത് ഇവിടുത്തെ ജീവനക്കാരോടല്ല. അവർ നല്ല പ്രാവീണ്യമുള്ളവരും അതോടൊപ്പം തന്നെ നല്ല ആത്മാർത്ഥതയുള്ളവരുമായ പാവങ്ങളാണ്. ആ ശുചീകരണ തൊഴിലാളി പ്രവർത്തകരെയും അവരുടെ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെയും ഒന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നിങ്ങൾക്കുണ്ടായ വീഴ്ച, നിങ്ങൾ എന്ത് ഗൃഹപാഠം നടത്തിയെന്ന് നിങ്ങൾ പറയട്ടെ. എവിടെയൊക്കെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്? സെഗ്രിഗേഷൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പദ്ധതി? ഇതൊക്കെ നിങ്ങൾ പറയട്ടെ. എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി നിങ്ങൾ പറയട്ടെ. എത്ര ഹ്യൂമൻ റിസോഴ്സിൽ നിങ്ങൾ വിന്യസിച്ചിരുന്നു? എത്ര പേരെ അതിനായി വിനിയോഗിച്ചു? ഏതൊക്കെ സ്ഥലങ്ങൾ വിനിയോഗിച്ചു? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ആ പദ്ധതി ജനസമക്ഷം നിങ്ങൾ പറ. ആ പദ്ധതി ഇല്ലായിരുന്നു. നിങ്ങൾ ആ സമയത്ത് ഇതൊന്നും ചെയ്തില്ല. ചെയ്യാതെ അങ്ങേയറ്റത്തെ ഭരണപരാജയം ഉണ്ടായിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ആ ഉണ്ടായ ഭരണപരാജയത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങളോട് നല്ല വാക്കിൽ മാപ്പ് പറയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നീടുള്ള ബാക്കിയുള്ള നീക്കങ്ങൾ, ഇപ്പോഴുള്ള ഈ മാലിന്യ നീക്കങ്ങളിലെ അശാസ്ത്രീയത പരിഹരിക്കലേ വേണ്ടത്. അടിയന്തരമായി ഈഞ്ചക്കൽ കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ വളരെ പ്രക്ഷുബ്ധരാണ്. അവരിത് ആക്ഷൻ കൗൺസിലെല്ലാം ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരുന്ന പ്രശ്നം അവിടുത്തെ ഇപ്പോൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്ന ടൺ കണക്കിന് മാലിന്യങ്ങൾ അടിയന്തരമായി അവിടെ നിന്ന് മാറ്റി ശാസ്ത്രീയമായി അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തിന് പരിഹസിക്കാൻ എളുപ്പമാണ്. ആരെയും പരിഹസിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഭരിക്കാൻ പാടാണ്. നല്ല പരിഹാസമല്ല വേണ്ടത്, നല്ല ഭരണമാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് അദ്ദേഹം ഭരിക്കൂ, അല്ലാതെ പരിഹസിക്കലല്ല. പരിഹസിക്കാൻ എവിടെ നിന്ന് ആർക്കും വേണോ പറ്റുമല്ലോ. മാത്രമല്ല, മേയർ തുടർച്ചയായി ആളുകളെ പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു. അത് BJPയിലെ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, BJPയിലെ മുതിർന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മേയറെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJPയിലെ മറ്റു നേതാക്കൾക്ക് പറ്റും, അവർ പോയി പറയട്ടെ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു തിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരിഹസിക്കാൻ എളുപ്പമാണ്, ഭരിക്കാൻ പാടാണ്. അതുകൊണ്ട് നന്നായി ഭരിക്കാൻ ശ്രമിക്കുക. പരിഹാസം എപ്പോഴും ആവാം.